ഓം ശാന്തി. യജ്ഞമാത ജഗദംബ സരസ്വതി എന്ന പുസ്തകത്തിലെ അനുഭവങ്ങൾ ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഉഷാ ബെഹൻജിയുടെ അനുഭവമാണ്. ഉഷാ ബെഹൻജി തന്റെ അനുഭവം പറയണ ബാബേനെ അമ്മയുടെ ആദ്യമായിട്ട് കണ്ട് മടിത്തട്ടില് പോയപ്പോഴ് എനിക്ക് ശരിക്കും ഒരു കൊച്ചു കുട്ടിയായിട്ടാണ് അനുഭവം ചെയ്തത്. ഞാനങ്ങനെ ആ സ്നേഹത്തിന്റെ ഊഞ്ഞാലിൽ ആടുകയായിരുന്നു. വളരെയധികം ഭാരരഹിതമായ ആനന്ദത്തിന്റെ അനുഭവം ഞാൻ ചെയ്തു. വളരെ നല്ലൊരു അനുഭവമായിരുന്നു. അപ്പൊ അങ്ങനെ മമ്മയെ ആദ്യമായിട്ട് മിലനം ചെയ്യുന്നതിന് മുമ്പ് ബാബയെ കണ്ടപ്പോഴ് ബാബ എന്നോട് പറഞ്ഞു, ബച്ചി തും മമ്മാക്കോ പേച്ചാൻതി ഹോ, കുട്ടി നീ മമ്മയെ അറിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ബാബ ഞാൻ മമ്മയെ കണ്ടിട്ടേ ഇല്ല, പിന്നെ എങ്ങനെ തിരിച്ചറിയും? ബാബ പറഞ്ഞു, ദേഖോ ബച്ചി കൽ മമ്മ ആ രഹി ഹെ, നോക്കൂ കുട്ടി, നാളെ മമ്മ വരികയാണ്. അപ്പോ മമ്മയെ നീ നല്ല രീതിയിൽ നോക്കണം. എങ്ങനെ ഇരിക്കുന്നത്, എങ്ങനെ എഴുന്നേൽക്കുന്നത്, എങ്ങനെയാ നടക്കുന്നത്, ഇതെല്ലാം നിരീക്ഷിക്കണം. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഇതിപ്പോ എന്ത് പറയാൻ ഇത്ര കാര്യം ഇരിക്കുന്നു? ഏതുപോലെ ഒരു മനുഷ്യൻ ഇരിക്കുന്നു, നടക്കുന്നു, എഴുന്നേൽക്കുന്നു, അതുപോലെ തന്നെ ആയിരിക്കില്ലേ? എന്നാലും ഞാൻ പറഞ്ഞു, ബാബ ശരി ബാബ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയായിരുന്നു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയായിരുന്നു. അപ്പൊ മുന്നിൽ കൂടെ മമ്മ വരികയായിരുന്നു. അപ്പൊ ഞാൻ നോക്കി തന്നെ അങ്ങ് ഇരുന്നു പോയി. ഞാൻ എന്നെ തന്നെ മറന്നുപോയി. മമ്മ അങ്ങനെ അടുത്ത് വന്നു പോയപ്പം എനിക്ക് ഇങ്ങനെയാ തോന്നിയത്, ഒരു ശീതളമായ കാറ്റ് എന്റെ ഭാഗത്തേക്ക് വരികയാണ്. മമ്മ എന്റെ അടുത്ത് കൂടെ അങ്ങനെ നടന്ന് കിച്ചണിലേക്ക് പോയി. അവിടെ ഏതോ സഹോദരിമാരോട് സേവനത്തിലുള്ള നിർദ്ദേശം കൊടുക്കാൻ പോകുകയായിരുന്നു. അപ്പൊ നിർദ്ദേശം കൊടുക്കുന്ന രീതി ഉണ്ടല്ലോ, അങ്ങനെയായിരുന്നു. വളരെ സ്വരം കുറച്ച് കാതിന്റെ അടുത്ത് പോയിട്ട് മമ്മ പറയുകയായിരുന്നു. ഒരു 5-10 മിനിറ്റ് അവിടെ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് മമ്മ പതുക്കെ നടന്നങ്ങ് തിരിച്ചുപോയി. മമ്മയുടെ നടത്തം, മറ്റുള്ളവരോടുള്ള സംസാരിക്കുന്ന രീതി ശരിക്കും കാണേണ്ടതും പഠിക്കാൻ യോഗ്യതമുള്ളതുമായിരുന്നു. മമ്മ അവിടെ നിന്നും പതുക്കെ പോയപ്പം ശരിക്കും ഒരു കാന്തം സൂചിയെ ആകർഷിക്കുന്നത് പോലെയായിരുന്നു. ഞാനും പതുക്കെ മമ്മയുടെ ആകർഷണത്തിൽ അങ്ങനെ പോയി. അങ്ങനെ ഒരു ദിവസം തന്റെ റൂമിൽ മമ്മ ആരെ മിലനം ചെയ്യായിരുന്നു. അപ്പൊ ഞാൻ അവിടെ വാതിലിൽ ചെന്നൊന്ന് നോക്കി, പതുക്കെ ഇങ്ങനെ കർട്ടൻ മാറ്റി നോക്കിയപ്പം വളരെ ആകർഷണമയമായിരുന്നു. മമ്മയുടെ നടത്തം, മമ്മയുടെ ഇരുത്തം, മമ്മയുടെ സംസാര ശൈലി വളരെ ഡിഫറെന്റ് ആയിരുന്നു. അപ്പോഴാ എനിക്ക് മനസ്സിലായത്, ബാബ അതുകൊണ്ടാണ് എന്നോട് പറഞ്ഞത്, കുട്ടി മമ്മയുടെ ഓരോ കർമ്മവും നിരീക്ഷിക്കണം എന്ന്. ശരിക്കും പഠിക്കാൻ യോഗ്യതയുള്ളതായിരുന്നു. അപ്പൊ അങ്ങനെ മമ്മയുടെ കൂടെ താമസിക്കാൻ വളരെയധികം വലിയ സൗഭാഗ്യം. രമേശ് ഭായിയുടെ യുഗളാണ് ഉഷാ ബെഹൻ പറയാൻ. 22 മാസം മമ്മ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു, ബോംബെയിലുണ്ടായിരുന്നു. 18 മാസത്തോളം നമ്മുടെ വീട്ടിൽ തന്നെയായിരുന്നു. കുറച്ച് നാള് ഹോസ്പിറ്റലിലും ആയിരുന്നു. അപ്പൊ ലൗകിക അമ്മയുടെ കൂടെ ഞങ്ങളുടെ മമ്മയുടെ കൂടെ നമുക്ക് ശരിക്കും ലൗകിക അമ്മയുടെ കൂടെ താമസിക്കുന്ന പ്രതീകമായിരുന്നു മമ്മ. അസാധാരണമായിരുന്നു, അലൗകികമായിരുന്നു. അത് വർണ്ണിക്കാൻ പറ്റില്ല. സീമാതീതമാണ്, വർണ്ണനാതീതമാണ്. അങ്ങനെയുള്ള അമ്മയുടെ പാലന, ലാളന ഏറ്റെടുത്ത ഭാഗ്യശാലികളാണ് ഞങ്ങൾ. ഇനി അടുത്തത് റാണി ബെഹൻ തന്റെ അനുഭവം പറയാണ്. ഇന്നേക്ക് 50 വർഷം മുമ്പ് മമ്മ ആബുകോട്ട ഹൗസിൽ കണ്ടപ്പോ എനിക്ക് അന്ന് 6 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ മമ്മയുടെയും ബാബയുടെയും മുന്നിൽ പോയിട്ട് ഇരിക്കുമ്പം ശരിക്കും ഒരു കാന്തത്തിന്റെ ആകർഷണം, ആ ഒരു വ്യക്തിത്വമായിരുന്നു, ആത്മീയ ആകർഷണം, ദിവ്യ സ്വരൂപം എനിക്ക് ശരിക്കും തോന്നി. മമ്മ ഒരു സമ്പൂർണ്ണ മൂർത്തിയായിട്ട് അങ്ങനെ മടിത്തട്ടിൽ അനുഭവം ചെയ്തു. മമ്മ എന്ത് വെച്ചാല് വരദാനി ഹസ്തം ശിരസിൽ അങ്ങനെ വെച്ചു, എന്നിട്ട് ഇങ്ങനെ തട്ടി. ആ സമയത്ത് എനിക്ക് ഉള്ളിൽ അത്രയും ശക്തി നിറഞ്ഞ അനുഭവമായിരുന്നു. അപ്പൊ എനിക്ക് ആ അനുഭവമായിരുന്നു, ഞാൻ ഈ ലോകത്തിലൊന്നും അല്ല, വേറെ ഏതോ ലോകത്തേക്ക് പോയി, ഞാൻ ഈ ലോകത്ത് നിന്ന് അപ്രത്യക്ഷമായി. അങ്ങനെ മമ്മ ഡൽഹിയിലെ സേവാ കേന്ദ്രത്തിൽ വന്നപ്പോഴും അന്ന് 8 വയസ്സുണ്ടായിരുന്നു എന്ന് പറയാം. അപ്പൊ ഡാൻസ് ഒക്കെ ചെയ്തു എന്ന് പറയാം. അപ്പൊ ഈ ഡാൻസ് കണ്ട് സ്കൂളിലെ ടീച്ചർ പറഞ്ഞു,
ഈ കുട്ടിയോട് പറഞ്ഞു സ്കൂളിൽ ഡാൻസ് ചെയ്യണമെന്ന്. അപ്പൊ ഞാൻ മമ്മയോട് പോയിട്ട് ചോദിച്ചു, മമ്മ സ്കൂളിൽ തന്നെ ടീച്ചർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, ഡാൻസ് ചെയ്യാൻ ഞാൻ പോണോന്ന് ചോദിച്ചു. മമ്മ പറഞ്ഞു, ബച്ചി തും സാധാരണ ബച്ചി നഹീഹോ, കുട്ടി ഈ സാധാരണ കുട്ടിയല്ല, തുമ്ഹാരി പാർട്ട് വിശേഷ, എന്റെ പാർട്ട് വളരെ വിശേഷമാണ്. അഥവാ ക്ഷണിച്ചു എങ്കില് ഇപ്രാവശ്യം സ്വീകരിച്ചോളൂ. രണ്ടാമത് ഇനി ഈ ഈ സാധാരണ കലിയുഗി ലോകത്തിന്റെ വാതാവരണത്തില് കുട്ടി ഒരിക്കലും പോകണ്ട, ആരുടെ കുസംഗത്തിലേക്ക് പോകരുത്. ഇത് മമ്മ എനിക്ക് പ്രേരണ തന്നു, മമ്മയിൽ നിന്ന് എനിക്ക് ആ പ്രേരണ കിട്ടി. അങ്ങനെ ഒരു പ്രാവശ്യം എന്റെ ബന്ധുമിത്രാദികളൊക്കെ എന്നോട് പറഞ്ഞു, കാരണം ചെറിയ പ്രായം അല്ലെ, 8 വയസ്സൊക്കെ അല്ലെ, അപ്പൊ സദാ ഇങ്ങനെ വൈറ്റ് ഡ്രസ്സ് എന്തിനാ ധരിക്കുന്നത്, ശരിയല്ല. ലൗകികത്തിൽ പോകുമ്പോ നീ ലൗകിക കളർ വേഷം ഇടണം, സത്സംഗത്തിൽ വരുമ്പോ നീ സത്സംഗത്തിലുള്ള യൂണിഫോം ഇട്ടോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ മമ്മയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. മമ്മ പറഞ്ഞു, കുട്ടി തും സച്ചേ ബാബാക്കെ സച്ചേ ബച്ചേ, ഈ സത്യമായ ബാബയുടെ സത്യമായ കുട്ടിയാണ്. തും ബച്ചോം കാ രൂപ് ബദൽ നഹീ സക്ത, നിങ്ങൾ കുട്ടികൾ ഇങ്ങനെ വേഷം മാറി നടക്കുക, രൂപം മാറി നടക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ പറ്റില്ല. കേസാ ഭി വാതാവരൺ ഹോ തുമ്ഹാരെ വസ്ത്ര സഫേദ് ഹി രഹേംഗെ, എങ്ങനെയുള്ള അന്തരീക്ഷമായിക്കോട്ടെ, ലൗകത്തിലെ കാര്യങ്ങളായിക്കോട്ടെ, ഏത് കാര്യങ്ങളായിക്കോട്ടെ, വാതാവരണം എന്തായാലും കുട്ടിയുടെ വസ്ത്രം ശുഭ്രം തന്നെ ആയിരിക്കണം. നീ കുട്ടി എവിടെ പോയാലും ശരി, കുട്ടിയുടെ മനസ്സ്, വചനം, കർമ്മം ഒരേപോലെ ആയിരിക്കണം. അപ്പൊ അവരൊക്കെ ലോക മനുഷ്യരാണ്, ഈ ലോകത്തിലുള്ള ലൗകിക രീതിയിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. അപ്പൊ മായാവി കൂട്ടുകെട്ടിൽ എന്നുവെച്ചാൽ മായാവി നിറത്തിൽ പെട്ട് കിടക്കുന്നവരാണ്. അതുകൊണ്ട് ഓരോ ദിവസവും അവർ വേഷം അങ്ങനെ മാറി അതിനനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. കാരണം മനസ്സിന്റെ ഇതിനനുസരിച്ച് പുറമെയുള്ള വസ്ത്രങ്ങളും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. കുട്ടി ആരുടെയും പ്രഭാവത്തിൽ വരരുത്. സദാ ഏക് ബാബാക്കെ സംഗമേ രഹനാ ഹൈ, സദാ ഒരേ ഒരു ബാബയുടെ സംഘത്തിൽ ഇരിക്കണം. ഇന്ന് എനിക്ക് ഏജ് വളരെ ചെറുതായിരുന്നു. അപ്പൊ മമ്മ ഇതെനിക്ക് അനുഭവം ഉണ്ടാക്കി തന്നു. അപ്പൊ എനിക്ക് ഇതും ഓർമ്മയില്ല. റാണിബാൻ പറയണ, എനിക്ക് പുറത്ത് മനുഷ്യരുടെ കൂടെ ഇരുന്ന് അവിടുന്ന് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചതും ഞാൻ കഴിച്ചിട്ടില്ല, കളർ ഡ്രസ്സ് ധരിച്ചതും എനിക്ക് ഓർമ്മയില്ല. ഞാൻ സദാ വെള്ള ഡ്രസ്സ് തന്നെയാണ് ധരിച്ചിരുന്നത്. സ്കൂളിൽ പോകുമ്പോഴും ഞാൻ വൈറ്റ് ഡ്രസ്സാണ് ധരിച്ചിരുന്നത്. എനിക്ക് സങ്കല്പത്തിൽ പോലും ഉണ്ടായിരുന്നില്ല എനിക്കൊരു കളർ ഡ്രസ്സ് ധരിക്കണം, എനിക്ക് മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ചു കഴിക്കണം. ഞാൻ അമൃത്സർ സേവാ കേന്ദ്രത്തിൽ താമസിച്ചിട്ടാണ് 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും പഠിച്ചത്. അങ്ങനെ ആബുവിൽ ആദ്യമായിട്ട് സേവനത്തിന് വന്നു. ആബുവിൽ നിന്ന് ആദ്യമായിട്ട് മമ്മ സേവനത്തിന് ഡൽഹിയിൽ വന്നപ്പം സ്വാഗതം ചെയ്യുന്ന പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ വളരെ തിരക്കായിരുന്നു. അപ്പൊ ഞാൻ മമ്മയെ നോക്കിക്കൊണ്ടേയിരുന്നു. പക്ഷെ ആ തിരക്കിനിടയിലും മമ്മയുടെ ദൃഷ്ടി എന്നിൽ പതിഞ്ഞു. മമ്മ എന്ത് ചെയ്തു, ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് എന്റെ കൈ പിടിച്ചിട്ട് കാറിലേക്ക് കയറ്റി, എന്നിട്ട് കുറച്ചു നാൾ അവിടെ മമ്മയുടെ കൂടെ സെന്ററിൽ താമസിപ്പിച്ചു. എനിക്ക് അതും ഒരു അവസരം കിട്ടി. അങ്ങനെ ഓരോ പ്രകാരത്തിലും മമ്മയുടെ ആത്മീയ ദൃഷ്ടി എന്റെ ജീവിതത്തില് പരിവർത്തനം കൊണ്ടുവന്നു തന്നതിനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. ഒരു പ്രാവശ്യം മമ്മ അമൃത്സറിൽ വന്നിരുന്നു. അപ്പൊ അവിടെ ഐസ്ക്രീം കഴിപ്പിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ചെറുതായതുകൊണ്ട് ഐസ്ക്രീം ഞാൻ കുറച്ച് കൂടുതൽ കഴിച്ചു. അടുത്ത ദിവസം എന്റെ ആരോഗ്യം വളരെ മോശമായി. നല്ല പനി വന്നു. പനിയും ജലദോഷവും, ശരിക്കും പറഞ്ഞാൽ എനിക്ക് ശ്വാസം എടുക്കാൻ പോലും നല്ല ബുദ്ധിമുട്ടായി. അപ്പൊ മമ്മയ്ക്ക് ഇത് മനസ്സിലായപ്പോ മമ്മ എന്റെ അടുത്ത് വന്നു. എന്നിട്ട് മടിയിൽ ഇരുത്തിയിട്ട് ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ മമ്മ ഇങ്ങനെ തടവി തന്നു. എന്റെ ശ്വാസം എടുക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് മാറി. പതുക്കെ പതുക്കെ പനിയും മാറി. ചെറിയ പ്രായമല്ലേ. അപ്പൊ അടുത്ത ദിവസം ഞാൻ ശരിയായി. പ്രകാരം മമ്മ തന്റെ വരദാനി ഹസ്തങ്ങൾ കൊണ്ട് സ്നേഹം നിറഞ്ഞ ആത്മീയ ദൃഷ്ടിയിലൂടെ എന്റെ കഷ്ടതകളെ മാറ്റി. പിന്നെ എനിക്കാണെങ്കിൽ ചെറുതിലെ തന്നെ ശ്വാസം മുട്ടലിന്റെ രോഗം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം ആബുവിൽ വന്നപ്പോൾ, പണ്ടൊക്കെ മൗണ്ട് ആബുവിൽ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പാണ്ഡവ ഭവൻ വരെ നടന്നു പോകണമായിരുന്നു. അപ്പൊ എനിക്ക് പർവ്വതമൊക്കെ ആണല്ലോ. അപ്പൊ കയറിയപ്പോ ശ്വാസം കിട്ടാതെ വന്നു. അപ്പൊ ബാബ എന്ത് ചെയ്യുന്ന വെച്ചാല് എന്നെ ബാബയുടെ റൂമിന്റെ പുറകിൽ ഒരു റൂമില്
ഒരു കട്ടിലിട്ടിട്ട് അവിടെ കിടക്കാൻ പറഞ്ഞു. എന്നിട്ട് ബാബ മമ്മയോട് പറഞ്ഞു, മമ്മ എത്ര പ്രാവശ്യം നീ കുട്ടി എന്നെ കാണാൻ വരുന്നു, അപ്പോഴൊക്കെ ഈ കുട്ടീനെ കാണണം, ദൃഷ്ടി കൊടുക്കണം, അപ്പൊ ശരിയായിക്കോളും എന്ന് പറഞ്ഞു. മമ്മ അതുപോലെ തന്നെ ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് വരും, ദൃഷ്ടി തരും, എനിക്ക് അങ്ങനെ തലയിൽ അങ്ങനെ തലോടി തരും. ആശ്ചര്യത്തിന്റെ കാര്യം എന്താണെന്ന് വെച്ചാല് ഒരു മരുന്നും കൂടാതെ എന്റെ ശ്വാസം മുട്ടൽ ആ രോഗമേ മാറി. എന്റെ പരമ സൗഭാഗ്യമാണ്. അമ്മ സരസ്വതിയുടെ പാലന എടുത്തു. മമ്മയുടെ ജ്ഞാന വീണ മധുരമായ താരാട്ടുപാട്ട് ഞാൻ കേട്ടു. ശരിക്കും മമ്മ എന്റെ ജീവിതത്തിന്റെ ആധാരമായി തീർന്നു. ആ ഓർമ്മയും ആദർശമയമായ ജീവിതവും എനിക്കൊരു സഞ്ജീവനി മരുന്നാണ്. കാരണം എനിക്ക് ശരിക്കും ജീവിതം തന്നു എന്ന് റാണിബൻ പറയുക. ഇനി പഞ്ചാബിൽ നിന്ന് ശുക്ല ബെഹൻജി പറയുകയാണ്, ഞാൻ ബാബയെ കാണാൻ പോയത് അമൃത്സറില് 1954-ലാണ്. അപ്പൊ മമ്മയും അവിടെ വന്നിരുന്നു. ഭോജനം ഉണ്ടാക്കുന്ന സേവനമായിരുന്നു. അപ്പൊ മമ്മയ്ക്ക് ഭോജനം ഉണ്ടാക്കുന്നതിന് ഇടയ്ക്ക് വെച്ച് എന്തെന്ന് വെച്ചാല് നല്ല ഈ എന്താണ് ശർക്കര പാനിയാക്കുമ്പോ അതിന്റെ അത് അങ്ങനെ തന്നെ തവിയോടുകൂടി ചൂടോടുകൂടി താഴേക്ക് വീണുപോയി. അപ്പൊ ആ സമയത്ത് എല്ലാരും കൂടി മമ്മേനെ വിളിച്ചു. മമ്മ വന്നിട്ട് പറഞ്ഞു, ഓ മമ്മയ്ക്ക് വേണ്ടി ഭോജനം പാചകം ചെയ്യുകയാണല്ലേ, സാരമില്ല, അതൊക്കെ ശരിയായിക്കോളും. എന്നിട്ട് മമ്മ ശരിക്കും അത്രയും ശാന്തമായിട്ട് എനിക്ക് ആ ഒരു നിർദ്ദേശം തന്നു. ശരിക്കും എന്റെ കാലം അങ്ങനെ ചൂട് പാനിയാണല്ലോ വീണത്, പക്ഷെ ശീതളമായി എന്റെ എന്റെ വേദനയെ ഹരിച്ചു തന്നു. എല്ലാവരും ചോദിക്കാൻ തുടങ്ങി, വേദനയില്ലേ? ഞാൻ പറഞ്ഞു, വേദന ഞാൻ അറിഞ്ഞേ ഇല്ല, വേദനയൊക്കെ പോയി. ശരിക്കും അതൊക്കെ മമ്മയുടെ സങ്കല്പ ശക്തിയിലൂടെ ഓരോരുത്തരും ചെയ്യുന്ന അനുഭവമാണ്. മമ്മയുടെ പെരുമാറ്റം നടത്തോക്കണ്ട് ബാബ പറയുമായിരുന്നു, ശരിക്കും മമ്മ നടക്കുന്നത് ഭൂമി പോലും മമ്മയെ സ്നേഹിക്കുന്നുണ്ട്. അതായത് മാലാഖമാരുടേത് പോലെയായിരുന്നു. മമ്മ എത്ര സേവനം ചെയ്യും, പക്ഷെ ഒരിക്കലും മുഖത്ത് ക്ഷീണം ഉണ്ടായിരുന്നില്ല. എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖം, ഭാരരഹിതമായ ഒരു അവസ്ഥയാണ് ഞാൻ കണ്ടത്. മാത്രമല്ല അത്രയും ശിവബാബയെ മമ്മ അങ്ങനെ തന്റെ ഹൃദയേശ്വരനാക്കി വേറെ ആരെയും ഹൃദയത്തിന്റെ കാര്യങ്ങൾ കേൾപ്പിച്ചിരുന്നില്ല. എനിക്കും അത് പറഞ്ഞു തന്നു, ബാബയോട് വേണം എല്ലാ കാര്യങ്ങളും കേൾപ്പിക്കാൻ. പിന്നെ മമ്മ പറയും, കണ്ണുനീര് ഒഴുക്കണമെങ്കിൽ ഒഴുകിക്കോളൂ, പക്ഷെ അത് സ്നേഹത്തിന്റെ കണ്ണുനീരായിരിക്കണം. അത് ബാബയുടെ എന്താ പറയാ കഴുത്തില് മുത്തായി തീരും. അപ്പൊ അങ്ങനെ മമ്മ ഓരോ ദിവസവും ഓരോരുത്തരുടെയും മനസ്സിന്റെ കാര്യങ്ങളും മമ്മ കേട്ടിരുന്നു. ഒരു അമ്മ കുട്ടിയുടെ എല്ലാ ദുഃഖങ്ങളും ദൂരെയാക്കുന്ന പോലെ. എല്ലാവരും അമ്മയോട് അങ്ങനെയായിരുന്നു, വളരെ ഭാരരഹിതമായിട്ട് സംസാരിക്കുമായിരുന്നു. അപ്പൊ മമ്മയുടെ അടുത്ത് സംസാരിച്ചു കഴിയുമ്പോ തന്നെ അവരുടെ എല്ലാ ഭാരവും ഇറങ്ങുമായിരുന്നു. മമ്മ എല്ലാവരെയും ഒരേപോലെ സ്നേഹിച്ചിരുന്നു, എല്ലാവരുടെ കാര്യങ്ങളും കേട്ടിരുന്നു. പക്ഷെ മമ്മ പറയണ ആരുടെയും കുറവുകള് മനസ്സിൽ വെക്കരുത് എന്ന് പറയും. അപ്പൊ അങ്ങനെ ഞാൻ ഒരു ദിവസം മമ്മയോട് പറഞ്ഞു, മമ്മ പറയുന്നുണ്ടല്ലോ ശിവശക്തികളാണെന്ന്, പക്ഷെ ഞാൻ ശിവശക്തി ഭാരത് മാതാവൊക്കെയാണ്, പക്ഷെ എനിക്ക് പേടിയാണ് മമ്മ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, 11 പ്രാവശ്യം ഞാൻ ശിവശക്തി ഭാരത മാതാവാണ് എന്ന് എഴുതിയിട്ട് എന്റെ അടുത്ത് വന്നാൽ മതി എന്ന് പറയും. മമ്മ അങ്ങനെ എഴുതി. ബെഹൻജി അനുഭവം പറയണ, ശുക്ലാവൻ പറയണ, ഞാൻ ശരിക്കും നിർഭയായി തീർന്നു. അങ്ങനെ മമ്മ അമൃത്സറിൽ വന്നപ്പം ആ സമയത്ത് ഞങ്ങളെ വിട്ടിട്ട് ഞങ്ങള് കുറച്ചു പേരല്ലാതെ ജ്ഞാനത്തിലെ അമ്മയും അച്ഛനും വേറെ ആരുടെയും ഉണ്ടായിരുന്നില്ല. അപ്പൊ ആൾക്കാര് പറയും, ഈ ബ്രഹ്മകുമാരിമാരെയൊക്കെ എല്ലാരും ഓടിച്ചിട്ട് പിടിക്കുകയാണല്ലോ. അപ്പം അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് മമ്മ പറയുമായിരുന്നു, ഒരു പ്രോഗ്രാം വെച്ചു കുമാരിമാരുടെ എല്ലാരെയും കൂടി. അപ്പൊ എല്ലാവരുടെയും കുട്ടികളുടെ മാതാപിതാക്കളെയൊക്കെ വിളിച്ചുകൂട്ടി. മമ്മയുടെ മുന്നിൽ ഞങ്ങൾ പാട്ടൊക്കെ പാടി. അപ്പൊ മമ്മ പറഞ്ഞു കൊടുത്തു, ഇവര് ഓടി വന്നവരല്ല, ഇവര് ഭഗവാന്റെ സേവനത്തിന് വേണ്ടി വന്നിട്ടുള്ളവരാണ്. അങ്ങനെ മമ്മ തിരിച്ച് അബുവിലേക്ക് പോയപ്പം ബാബ മമ്മയോട് ചോദിച്ചു, എന്താ മമ്മ ഒറ്റയ്ക്കാണോ വന്നത്, ഇന്ന് ആരും ബലിയർപ്പണമായില്ലേ? അപ്പൊ അന്ന് ഈ ശുക്ലാബൻജിയുടെ അമ്മയും അച്ഛനും
ഇവരെ സമർപ്പണം ചെയ്യിച്ചു, അനിയത്തിനെയും അമ്മയും ഈ ശുക്ലാബൻജിയും കൂടി. ബാബയ്ക്ക് ബലിയർപ്പണമാക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ബാബയോട് എടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നോക്കൂ ദേ 2 പേരെ ബലിയർപ്പണമാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ അന്ന് മുതല് ഇവർ 2 പേരും ശുക്ലാബൻജിയും അനിയത്തിയും ബാബയുടെ സേവനത്തിന് സമർപ്പണമായിരുന്നു. അമ്മയാണ് അത് നിമിത്തമായത്. പിന്നെ 64-ല് ഒരിക്കൽ ഒരു പ്രോഗ്രാം നടത്തി ജലന്ധർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പൊ അവിടെ മമ്മ വന്ന സമയത്ത് വേറെ ആരൊക്കെ വന്നു ഞങ്ങൾക്കറിയില്ല, കുറെ കലാകാരന്മാരും ശാസ്ത്രീയമായിട്ട് അറിവുള്ളവരും പിന്നെ അതുപോലെ കുറച്ച് ഉയർന്ന പൊസിഷനിലുള്ളവരൊക്കെ വന്നിരുന്നു. അപ്പൊ മമ്മ എല്ലാവരെയും ഓരോരുത്തരെയും മീറ്റ് ചെയ്യുമ്പോഴും വളരെ സ്നേഹത്തോടെ എങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമായിരുന്നു. അപ്പൊ ചിലർക്ക് അതിൽ അനുഭവം ഉണ്ടായി. പുതിയവരാണ്, അവർക്ക് ഈ ജ്ഞാനത്തെ കുറിച്ച് ഒന്നും അറിയില്ല. പക്ഷെ അതില് കുറച്ചുപേര് അനുഭവം പറയണതിന് ശേഷം, അതായത് ശുഭ്ര വസ്ത്രധാരിയെ ഞങ്ങൾ കണ്ടു, പക്ഷെ ഞങ്ങൾക്ക് ശരിക്കും ഉള്ളില് അമ്മയുടെ പാലന, ആ ദേവിയുടെ സ്നേഹം ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. പുതിയവർക്ക് പോലും ആ ഒരു അനുഭവം ഉണ്ടായതായിട്ട് പറഞ്ഞു. ശരിക്കും മമ്മയുടെ പാലന എത്ര ശ്രേഷ്ഠമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ബ്രഹ്മകുമാരി കമലേഷ് ബെഹൻജി തന്റെ അനുഭവം കേൾപ്പിക്കുകയാണ്. 1954-ല് ഈശ്വരീയ വിശ്വവിദ്യാലയത്തില് എനിക്ക് പരിചയം കിട്ടി. ഒരു 1.5 വർഷത്തിന് ശേഷം ആബുവിൽ നിന്ന് ഈ മെസ്സേജ് കിട്ടി, പഞ്ചാബില് മാതേശ്വരിജി വരുന്നുണ്ട് എന്നുള്ളത്. ഞങ്ങളുടെ വളരെ വലിയ സൗഭാഗ്യമാണ്. അപ്പൊ അവിടെ കുറെ കുമാരിമാരുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാ കുമാരിമാരും ചേർന്ന് മമ്മ വന്ന സമയത്ത് ഒരു പാട്ടുണ്ടാക്കി മമ്മയുടെ മുന്നിൽ പാടി. പാട്ട് ഇതായിരുന്നു, നികലേഗി ഹം ശക്തിയാം കുരുക്ഷേത്രക്കെ മൈതാന്യം. ആ കുമാരിമാർ അങ്ങനെ പാടുകയാണ്, ഞങ്ങൾ എല്ലാ ശക്തികളും കുരുക്ഷേത്ര മൈതാനത്തിലേക്ക് ഇറങ്ങുകയാണ്. ഹോത്തി ചലേഗി പാസ് നിശ്ചയക്കെ ഇതിഹാസമേ. നിശ്ചയത്തിന്റെ ഇതിഹാസത്തിൽ ഞങ്ങളും വളരെ ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ പാട്ടായിരുന്നു. അപ്പൊ മമ്മ ഈ പാട്ട് കേട്ട് വളരെ സ്നേഹം നിറഞ്ഞ ദൃഷ്ടിയിലൂടെ അവർക്ക് എന്താ പറയാ ശക്തി നിറച്ചു കൊടുത്തു. മമ്മയുടെ ജ്ഞാന വീണ കേട്ടു. അങ്ങനെ ഞങ്ങള് എന്ത് ചെയ്തു, ഞങ്ങൾ വളരെയധികം കന്യകമാര് സമർപ്പണമായി. അതിനുശേഷം 2 വർഷത്തിന് ശേഷം പഠിക്കാൻ വേണ്ടിയിട്ട് ചണ്ഡീഗഡിൽ പോയപ്പോഴ് അവിടെ പക്ഷെ സേവാ കേന്ദ്രം ഉണ്ടായിരുന്നില്ല. അന്ന് വളരെ ചെറിയ ക്ലാസ്സിലായിരുന്നു. 9th പഠിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയതാണ്. അപ്പൊ മമ്മ പഞ്ചാബ് ഭാഗത്ത് ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കാൻ വേണ്ടി പോയത്. യൂണിവേഴ്സിറ്റി ആ ക്ഷേത്രത്തിൽ അവിടെ എവിടെയോ ആ സൈഡിൽ എവിടെയാണ് മമ്മ വരുന്നതും പ്രോഗ്രാം നടത്തുന്നതും. പക്ഷെ എനിക്ക് അറിയില്ല എവിടെയാണ് മമ്മ വരുന്നതെന്നും അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രോഗ്രാം എന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ അങ്ങനെ കണ്ടുപിടിച്ചു മമ്മ വരുന്ന കാര്യമൊക്കെ, ഇൻവിറ്റേഷൻ കാർഡൊക്കെ കിട്ടി. ഞാൻ അവിടെ ചെന്നു. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ബെഞ്ചി പറയുകയാണ്, എനിക്ക് മമ്മ എന്നോട് പറഞ്ഞു, കുട്ടി എല്ലാ ദിവസവും ഇവിടെ വരണം, എന്നിട്ട് ക്ലാസ് എടുക്കണം, ഗുരുവാർ ദിവസം വന്ന് ഭോഗം വെക്കണം. അപ്പൊ അവിടെ ഒരു റൂമിലാണ് ക്ലാസ് ജസ്റ്റ് നടന്നിരുന്നത്. അപ്പൊ അങ്ങനെ ഈ സഹോദരിയോട് പറഞ്ഞു, എല്ലാ ദിവസവും പഠിത്തമൊക്കെ കഴിഞ്ഞാലും വന്ന് കുറച്ചു നേരം ക്ലാസ് എടുക്കുക, വ്യാഴാഴ്ച ദിവസം ഭോഗ് വെക്കണം. അപ്പൊ അങ്ങനെ ഞാൻ ലൗകിക പഠിത്തം പഠിച്ചുകൊണ്ടും ബാബയുടെ സേവനം ചെയ്യുമായിരുന്നു. പിന്നെ 1960-ല് സേവാ കേന്ദ്രമൊക്കെ തയ്യാറായി. അപ്പോഴും മമ്മ വന്നിരുന്നു. അപ്പൊ മമ്മയുടെ ആ ഒരു അനുഭവം പറയുകയാണ്, ധാരണാമൂർത്തിയാണ്, ഗംഭീരമാണ്, സരള സ്വഭാവമാണ്. മമ്മയുടെ ആ രീതി കണ്ടപ്പോൾ എനിക്കും അതുപോലെ ആകണം എന്നുള്ള ഉള്ളില് ദൃഢനിശ്ചയം വന്നു. അപ്പൊ മമ്മ അങ്ങനെ മുന്നിലിരുന്നപ്പോ എനിക്ക് തോന്നി, സിംഹിണി ശക്തിയാണ് മുന്നിലിരിക്കുന്നത്, എനിക്കും അതുപോലെ ആകണം എന്നുള്ള സൂചന എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ട് തോന്നി. അങ്ങനെ മമ്മയുടെ മഹാവാക്യം കേട്ട് മനസ്സിന്റെ ഉള്ളിൽ നല്ല ഉണർവും ഉത്സാഹവും വന്നു. എന്തുകൊണ്ട് എനിക്കും ബാബയുടെ കാര്യത്തില് ഒരു കൈ കൊടുത്തുകൂടാ, എനിക്കും സമർപ്പണമായിക്കൂടാ. അങ്ങനെ ലൗകികത്തിൽ പഠിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മമ്മയുടെ കത്ത് വരുമായിരുന്നു. അപ്പൊ അതിൽ മമ്മ എഴുതിയതാണ്, ബച്ചി തും ഷേർണി ശക്തി ഹോ, കുട്ടി നീ സിംഹിണിയാണ്, ശക്തിയാണ്,
ഏത് പരിതസ്ഥിതി വന്നാലും പേടിക്കരുത്, അത് പാസ്സാകണം. കുട്ടി ഒരേ ഒരു ബലം, ഒരേ ഒരു ആശ്രയം, ഈ നിശ്ചയത്തിൽ തന്നെ ഉറച്ചു നിൽക്കണം. പരീക്ഷകളൊക്കെ വന്നാലും അതിനെ മറികടക്കണം. അങ്ങനെ മമ്മയുടെ ഇടയ്ക്കിടയ്ക്ക് കത്ത്, ഈ പ്രേരണയിലൂടെ എനിക്ക് എന്താണ്, ഞാൻ എൻ്റെ പഠിത്തം പൂർത്തിയാക്കി അതിനുശേഷം ഈശ്വരീയ സേവനം ചെയ്യാനായിട്ട് രംഗത്തേക്ക് ഇറങ്ങി എന്ന് പറയാം. അപ്പൊ ശരിക്കും മമ്മ ഒരു പ്രേരണ തന്നു. മമ്മയിൽ നിന്നാണ് എനിക്ക് ആ മാർഗദർശനം കിട്ടിയത്, ഉത്സാഹം കിട്ടിയത്. അപ്പൊ ശരിയാണ്, ഇന്ന് മമ്മ സാകാരത്തിൽ ഇല്ലെങ്കിലും ജീവിതത്തിന്റെ ഓരോ ചുവടിലും മമ്മയുടെ നിർദ്ദേശങ്ങള് നമ്മളോടൊപ്പമുണ്ട്. ഇനി ഗുരുദാസ്പൂരിൽ നിന്നും ബ്രഹ്മകുമാരി സുമൻ ബെഹൻജി തന്റെ അനുഭവം കേൾപ്പിക്കുകയാണ്. മാതേശ്വരിജിയുടെ ഭാവന എത്ര പവിത്രവും പരിശുദ്ധവുമായിരുന്നു, അത് ശരിക്കും കാണേണ്ടതാണ്. അതായത് എത്ര വിരോധി ഭാവമുള്ളവരായിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എന്ത് ഭാവത്തിൽ വരുന്ന വ്യക്തികളാണെങ്കിലും മമ്മയുടെ അടുത്ത് വന്നു കഴിയുമ്പം പൂർണ്ണമായിട്ടും ശീതളതയുടെ അനുഭവം ചെയ്തിരുന്നു. ശരിക്കും അവര് ഫീൽ ചെയ്യും, ഞാൻ ഏതോ ഒരു മഹാൻ ആത്മാവിന്റെ ദർശനം നേടിയിട്ട് പോകുകയാണ്. അത്രയും പ്രഭാവമായിരുന്നു മമ്മയുടെ അടുത്ത് ആര് വന്നിരുന്നാലും. മമ്മയിൽ അത്രയും ശക്തി ഉണ്ടായിരുന്നു. വരുന്നവര് പരിവർത്തനപ്പെടുമായിരുന്നു. അങ്ങനെ അമൃത്സറില് ഒരു പ്രാവശ്യം മമ്മയുടെ സത്സംഗം നടക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങളുടെ വീട്ടില് വളരെയധികം ഞങ്ങളെല്ലാരും വീട്ടിൽ നിന്ന് വളരെ സന്തോഷത്തോടെ അങ്ങ് പോകുമായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞിരുന്നു, മാതേശ്വരിജി വരികയാണ്, കുട്ടിയും വരാൻ പറഞ്ഞു. അപ്പൊ ഞാനും വീട്ടുകാരുടെ കൂടെ പോയി. അപ്പൊ അവിടെ മമ്മയെ കണ്ടപ്പോഴെ തന്നെ എനിക്ക് പ്രേരണ വന്നു, മുജേബിയും ജേസാ ബന്നാഹെ. ചെറിയ കുട്ടികളാണല്ലോ ഇവരൊക്കെ. അപ്പൊ എനിക്കും പ്രേരണ, എനിക്കും മമ്മയെ പോലെ ആകണം, എനിക്കും ഇതുപോലൊരു ആദർശ ജീവിതം നയിക്കണം. അങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം ഇവിടെ എല്ലാരും ഇരിക്കുകയാണ്. മമ്മയുടെ ദൃഷ്ടി എന്നിൽ പതിഞ്ഞു, പുഞ്ചിരിച്ചു. ശക്തിശാലി ദൃഷ്ടി എനിക്ക് കിട്ടി. അങ്ങനെ മമ്മ അടുത്ത പ്രാവശ്യം അമൃത്സറിൽ വന്നപ്പം ഞാൻ ആ ക്ലാസ്സിൽ പോയിരുന്നില്ല. അപ്പൊ മമ്മ എൻ്റെ അമ്മയുടെ കയ്യില് ഒരു ദേവിയുടെ ശിവശക്തിയുടെ ചിത്രം കൊടുത്തു വിട്ടിട്ട് പറഞ്ഞു, ഇതുപോലെ ആവണോ, ശക്തിശാലി ആവണോ എന്ന് കന്യകയോട് ചോദിക്കണം എന്ന് പറഞ്ഞു. അത് കണ്ടിട്ട് എനിക്ക് തോന്നി, എനിക്ക് ഇതുപോലെ ആകണം. അപ്പൊ അങ്ങനെ ആ ദിവസം മുതല് മമ്മയിൽ നിന്ന് എനിക്ക് മമ്മയോടുള്ള സ്നേഹവും വർദ്ധിച്ചു വന്നു. അങ്ങനെ എനിക്ക് അനുഭവം തോന്നി, ശരിക്കും എൻ്റെ അമ്മയാണ് മമ്മ. അങ്ങനെ ആ സ്നേഹത്തിലൂടെയാണ് എൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായും പരിവർത്തനം വന്നത്. ഞാൻ ആദ്യമായിട്ട് മമ്മയെ കണ്ടപ്പോ തന്നെ എനിക്ക് മമ്മയെ അഷ്ടഭുജധാരി ദേവിയായിട്ടാണ് അനുഭവം ഉണ്ടായത്. കിരീടം ധരിച്ചിട്ടുണ്ട്, നല്ല തിളങ്ങുന്ന, നല്ല തിളക്കമുള്ള, നിറപ്പകിട്ടാർന്ന വസ്ത്രം ധരിച്ചതായിട്ടും സർവ അസ്ത്രശസ്ത്രധാരിണിയായിട്ടും മാ ശക്തി ദുർഗയായിട്ടാണ് എൻ്റെ മുന്നിൽ കണ്ടത്. ഞാൻ ആദ്യമായിട്ട് മമ്മയെ കണ്ടപ്പം എനിക്ക് അങ്ങനെയാണ് അനുഭവം ഉണ്ടായത്. മമ്മയുടെ ജീവിതം വളരെ ഉയർന്നതായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം മമ്മയുടെ മുന്നിൽ കുറെ കന്യകമാര് ഇരിക്കുന്നുണ്ടായിരുന്നു. മമ്മ അവരെ മിലനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനും അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എന്നെ അങ്ങനെ ഓരോരുത്തരെ മീറ്റ് ചെയ്യാനുള്ള. അപ്പൊ എന്നെ മീറ്റ് ചെയ്തപ്പം മമ്മ എന്നോട് ചോദിച്ചു, ബച്ചി ഈശ്വരീയ ജീവന്മേ ബഹുത് പരീക്ഷയും ആയിരുന്നു. ഈശ്വരീയ ജീവിതത്തില് വളരെയധികം പരീക്ഷകൾ വരും. തുമുൻകോ പാസ് കരേഗി, കുട്ടി ഇത് മറികടക്കുവോ? ഞാൻ പറഞ്ഞു, ആ മമ്മ സെരൂർ, ആ മമ്മ തീർച്ചയായിട്ടും. അപ്പൊ ചോദിച്ചു, മമ്മ വീണ്ടും പറഞ്ഞു, ഇത്തിനി മിർച്ചി ഖാനി പടേഗി, ഖാവുഗി, ഇത്ര മുളക് കഴിക്കേണ്ടി വരും, കഴിക്കുവോ? ഞാൻ പറഞ്ഞു, ഹാൻജി. പിന്നെ മമ്മ പറഞ്ഞു, ഇത്രയും വലിയ കുടം നിറച്ച് വെള്ളം കുടിക്കേണ്ടി വരും, കുടിക്കുവോ? ഞാൻ പറഞ്ഞു, ഹാൻജി. വീണ്ടും ചോദിച്ചു, ഈ ലോകത്തില് മുന്നോട്ട് പോകണമെങ്കിൽ വളരെയധികം പരീക്ഷകൾ മറികടക്കേണ്ടി വരും, പറ്റുമോ? ഞാൻ പറഞ്ഞു, ഹാ മമ്മ ജരൂർ, എനിക്ക് ഏത് പരീക്ഷ വന്നാലും ഞാൻ മറികടക്കും. ഇപ്രകാരം മുന്നോട്ട് പോകവേ എൻ്റെ മുന്നിൽ വളരെയധികം പരീക്ഷകൾ വന്നിട്ടുമുണ്ട്. പക്ഷെ മമ്മയോട് ഞാൻ ചെയ്ത പ്രതിജ്ഞ എനിക്ക് ഓർമ്മ വന്നു, മനസ്സിൽ എനിക്ക് ശക്തി വന്നു. അങ്ങനെ ഞാൻ ആ പരീക്ഷകളെയൊക്കെ മറികടന്നു. എനിക്കതിനുള്ള ധൈര്യം കിട്ടി. മുളക് കഴിക്കണം എന്നൊക്കെ പറഞ്ഞാൽ
അങ്ങനെയുള്ള പരീക്ഷകൾ, അങ്ങനെയുള്ള ചിലപ്പോ ശബ്ദങ്ങൾ കേൾക്കേണ്ടി വന്നിരിക്കും, ചിലപ്പോ ചിലര് കളിയാക്കിന്നിരിക്കും. കൊച്ചു കന്യകമാരല്ല, അവരോടും അമ്മ പറയാണ് ഇങ്ങനെയുള്ള സാധാരണ ചിലര് പറയില്ലേ, എന്താണ് ആത്മീയത എന്ന് പറഞ്ഞാൽ വാൾത്തുമ്പിന്റെ മുകളിൽ കൂടെ നടക്കണ, വാൾത്തുമ്പിന്റെ മുകളിൽ കൂടെ നടക്കുകയല്ല, പക്ഷെ അത്രയും കഠിനമാണ് എന്നുള്ളത് കാണിക്കുകയാണ്. അതായത് പരീക്ഷകൾ വരുമ്പം തളരരുത്, അതും അമ്മ നമുക്ക് പഠിപ്പിച്ചു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ഓം ശാന്തി. सबको लुटाए, शांति सबको लुटाए, शांति सागर की लहरें।
ഓം ശാന്തി. ഞാൻ ആത്മാ ഈ ദേഹത്തിൽ വിരാജിക്കുന്ന ഈ ദേഹത്തിൻ്റെ അധികാരിയായ ഒരു ചൈതന്യ ശക്തിയാണ്. പുരികമധ്യത്തിൽ ഞാൻ ഒരു നക്ഷത്രം പോലെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. വജ്രസമാനമായ പവിത്രാത്മാവാണ് ഞാൻ. ദയാസാഗരൻ്റെ പ്രിയ സന്താനമായ മാസ്റ്റർ ദയാസാഗരമാണ് ഞാൻ. വിശ്വമംഗളകാരിയാണ് ഞാൻ. ഞാൻ ആത്മാ ഇപ്പോൾ പതുക്കെ പതുക്കെ പുരികമധ്യത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കുകയാണ്. പ്രകാശബിന്ദുവായ ഞാൻ ഇപ്പോൾ എൻ്റെ പ്രകാശ ശരീരത്തിനുള്ളിലാണിരിക്കുന്നത്. മാലാഖയായ ഞാൻ ഇപ്പോഴിതാ മാലാഖമാരുടെ ലോകത്തേക്ക് സൂക്ഷ്മവദനത്തിലേക്ക് പുറപ്പെടുന്നു. സൂക്ഷ്മവദനത്തിൽ വെളുത്ത പ്രകാശം നിറഞ്ഞ ലോകത്തിൽ ഞാൻ വെളുത്ത മാലാഖ ബാപ് ദാദയുടെ മുന്നിലായി അനുഭവം ചെയ്യുന്നു. ബാപ് ദാദയുടെ സ്നേഹത്തിൻ്റെ ദൃഷ്ടി ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്നേഹത്തിൻ്റെ കിരണങ്ങൾ മാലാഖയായ എന്നിൽ പതിക്കുന്നു. ബാപ് ദാദ എന്നോട് പറയുകയാണ്, നിങ്ങൾ ദയാസാഗരൻ്റെ സന്താനം മാസ്റ്റർ ദയാസാഗരമാണ്. കരുണാസാഗരമാണ്. ഇപ്പോൾ തൻ്റെ എല്ലാ ബന്ധനങ്ങളെയും എല്ലാ കർമ്മക്കണക്കുകളെയും ഈ ശക്തിയിലൂടെ ഇല്ലാതാക്കാൻ ബാബ എന്നോട് ആവശ്യപ്പെടുകയാണ്. എല്ലാ കർമ്മക്കണക്കുകളും അവസാനിപ്പിക്കാൻ പറയുകയാണ്.
ഞാൻ ഫെരിസ്ത മാസ്റ്റർ ദയാസാഗരമായി ദയാസാഗരൻ്റെ കൂടെ നിൽക്കുകയാണ്. എൻ്റെ മുഖം, എൻ്റെ കണ്ണുകൾ ദയയുടെ ഭാവത്താൽ നിറഞ്ഞു വരികയാണ്. ഇപ്പോൾ എൻ്റെ മുന്നിൽ എന്നെ വിഷമിപ്പിച്ചിട്ടുള്ള, എന്നോട് കടുത്ത ശബ്ദങ്ങൾ പറഞ്ഞിട്ടുള്ള, എന്നോട് തെറ്റായ വ്യവഹാരം ചെയ്തിട്ടുള്ള, ദ്രോഹം ചെയ്തിട്ടുള്ള, അപമാനിച്ചിട്ടുള്ള ആത്മാക്കളെ ഞാൻ എമർജ് ചെയ്യുകയാണ്. ആരോടെല്ലാമാണോ ഞാൻ എൻ്റെ ഗ്ലാനി ഏറ്റുവാങ്ങിയിട്ടുള്ളത്, അങ്ങനെയുള്ള ആത്മാക്കളെ ഞാൻ എൻ്റെ മുന്നിൽ എമർജ് ചെയ്തിരിക്കുന്നു. എൻ്റെ ഉള്ളിൽ അവരോട് ദേഷ്യവും വെറുപ്പും ഉണ്ടായിരുന്നു, പ്രതികാര ഭാവനയുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, തീർച്ചയായും ഞാനും അവരോട് അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന്. ഈശ്വരീയ ജ്ഞാനം എന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിച്ചു തന്നു. ഞാൻ ആത്മാവിപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് കാരണം എനിക്കിപ്പോൾ അവരോട് സഹജമായി ക്ഷമിക്കാൻ സാധിക്കും. ഞാൻ ദയാസാഗരൻ്റെ സന്താനം, മാസ്റ്റർ ദയാസാഗരം. യാതൊരുവിധ കണ്ടീഷനുമില്ലാതെ, വ്യവസ്ഥയുമില്ലാതെ അങ്ങനെയുള്ള ആത്മാക്കളോടെല്ലാം തന്നെ ക്ഷമിക്കുകയാണ്. എൻ്റെ മനസ്സ് ഇപ്പോൾ അവരെ പ്രതി യാതൊരു തെറ്റായ ചിന്തകളും കൊണ്ടുവരുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, ഇവരെന്ത് ചെയ്താലും അതിലെല്ലാം എനിക്ക് നല്ലതേ സംഭവിച്ചിട്ടുള്ളൂ. എനിക്കെൻ്റെ ബാബയുടെ അടുത്ത് എത്തിച്ചേരാൻ സാധിച്ചതും എൻ്റെ കർമ്മക്കണക്കുകൾ തീർന്നതും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഇവർ നിമിത്തമായി വന്നു ചേർന്ന നല്ല കാര്യങ്ങളായി ഞാനിപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. ആരെ പ്രതിയാണോ എൻ്റെ മനസ്സിൽ
വെറുപ്പും വിദ്വേഷവും പ്രതികാരവും നെഗറ്റീവ് സങ്കല്പങ്ങളും വന്നുകൊണ്ടിരുന്നത് ഇന്ന് ഞാൻ അവർക്കെല്ലാം തന്നെ ക്ഷമാദാനം കൊടുക്കുകയാണ്. അല്പം പോലും മനസ്സിൽ യാതൊരു കറയും ബാക്കി വയ്ക്കാതെ കംപ്ലീറ്റ് 100% ഞാൻ സർവരോടും ക്ഷമിക്കുകയാണ്. എല്ലാ ആത്മാക്കളോടും ക്ഷമിച്ചതിന് ശേഷം ഞാൻ കാണുകയാണ് എല്ലാവരുടെയും മുഖത്ത് ഒരു പ്രത്യേക സന്തോഷം നിറഞ്ഞു വരുന്നു. അവരെന്നോട് നന്ദി പറയുകയാണ്. എനിക്കവർ ആശീർവാദങ്ങൾ നൽകുകയാണ്. അവരെ പ്രതി എൻ്റെ മനസ്സിൽ വിശുദ്ധമായ സ്നേഹം വരുന്നു. നിസ്വാർത്ഥമായ പരിശുദ്ധമായ സ്നേഹം. ഇവരെല്ലാവരും എൻ്റെ സ്വന്തമാണ്. ഞാൻ സ്നേഹസാഗരൻ്റെ സന്താനമാണ്. മാസ്റ്റർ സ്നേഹസാഗരമാണ്. സർവർക്കും ഞാൻ സ്നേഹത്തിൻ്റെ കിരണങ്ങൾ ദാനം ചെയ്യുന്നു. സർവരോടും ക്ഷമിച്ച എൻ്റെ മനസ്സ് ഇപ്പോൾ പൂർണ്ണമായും ഭാരരഹിതമായിരിക്കുന്നു. ലൈറ്റായിരിക്കുന്നു. ഞാൻ എന്നെ തന്നെ വളരെ ഭാരരഹിതമായി സന്തുഷ്ടമായി അനുഭവം ചെയ്യുന്നു.
ഇപ്പോൾ എൻ്റെ മുന്നിൽ അസംഖ്യം ആത്മാക്കളെ ഞാൻ എമർജി ചെയ്യുകയാണ്. ഞാൻ കാരണം വളരെയധികം വിഷമിച്ചവർ, ഞാൻ കടുത്ത വചനങ്ങൾ പറഞ്ഞിട്ടുള്ളവർ, അജ്ഞാനത്തിന് വശപ്പെട്ട് തെറ്റായ വ്യവഹാരം ചെയ്തവർ, ഞാൻ അപമാനിച്ചവർ, ഇവരെയെല്ലാം ഞാൻ എൻ്റെ മുന്നിൽ ഇപ്പോൾ എമർജി ചെയ്തിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നു, ഇവരെല്ലാവരും എന്നോട് വളരെ ക്രോധിതരാണ്. ഞാനിപ്പോൾ ഇവരുടെ മുന്നിൽ ക്ഷമാപണം നടത്തുകയാണ്. അല്ലയോ ദയാസാഗരന്റെ കുട്ടികളെ, എൻ്റെ തെറ്റുകളെല്ലാം എന്നോട് ക്ഷമിച്ചാലും ഞാൻ മനസ്സറിഞ്ഞ് നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. ഞാനിപ്പോൾ കാണുന്നു, ദയാസാഗരന്റെ കുട്ടികളായ ഈ ആത്മാക്കളും മാസ്റ്റർ ദയാസാഗരമായി എന്നോട് ക്ഷമിക്കാൻ തയ്യാറായിരിക്കുന്നു. ഞാൻ വീണ്ടും വീണ്ടും അവരോട് ക്ഷമ ചോദിക്കുകയാണ്. എൻ്റെ ക്ഷമാപണം കേട്ടതിന് ശേഷം അവരെല്ലാം ദയാസ്വരൂപ സ്ഥിതിയിൽ വന്ന് എനിക്ക് മാപ്പ് നൽകുകയാണ്. ഞാൻ കാണുന്നു, അവരുടെ എല്ലാം ആശീർവാദങ്ങളുടെ കൈ എൻ്റെ ശിരസിൽ വയ്ക്കുന്നതായി. എൻ്റെ ജന്മജന്മാന്തരങ്ങളിലെ പാപത്തിൻ്റെ ഭാരം ഇതാ ഞാൻ താഴെ ഇറക്കി വയ്ക്കുകയാണ്. ഞാൻ ആരോടെല്ലാമാണോ തെറ്റുകൾ ചെയ്തിട്ടുള്ളത്, ആരെയെല്ലാമാണോ വിഷമിപ്പിച്ചിട്ടുള്ളത്, അവരെല്ലാം എന്നോട് ക്ഷമിക്കുന്നതിലൂടെ എൻ്റെ തലയിലെ മുഴുവൻ ഭാരവും ഇല്ലാതാവുകയാണ്. ഞാൻ സമ്പൂർണ്ണ ഭാരരഹിതമാകുന്നു. ഇപ്പോൾ ഞാൻ കാണുകയാണ്, എല്ലാ ആത്മാക്കളും എന്നിൽ സന്തുഷ്ടമായിരിക്കുന്നതായി. സർവരും എന്നെ പ്രതി സന്തുഷ്ടരാണ്. ഞാൻ എല്ലാവർക്കും മനസ്സുകൊണ്ട് നന്ദി പറയുകയാണ്.
ഞാൻ ഫെരിസ്ത. എൻ്റെ കർമ്മക്കണക്കുകളെ, ബന്ധനങ്ങളെ അവസാനിപ്പിക്കുന്തോറും ഞാൻ വളരെ വളരെ ലൈറ്റാകുകയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ മുന്നിൽ മറ്റനേകം ആത്മാക്കളെ എമർജ് ചെയ്യുകയാണ്. ആരെല്ലാമാണോ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സഹയോഗം നൽകിയിട്ടുള്ളത്, എനിക്ക് വിശന്നപ്പോൾ ആഹാരം നൽകിയവർ, ദാഹിച്ചപ്പോൾ വെള്ളം നൽകിയവർ, എപ്പോഴാണോ ധനത്തിൻ്റെ ആവശ്യം വന്നത് ആ സമയത്ത് ധനം കൊണ്ട് സഹയോഗം നൽകിയവർ, ഞാൻ എപ്പോഴാണോ അവശ്യമായിരുന്നത്, ദുർബലമായിരുന്നത്, രോഗിയായിരുന്നത് ആ സമയത്ത് എനിക്ക് സഹയോഗം നൽകിയവർ, എൻ്റെ മാതാപിതാക്കൾ, അങ്ങനെ ആരെല്ലാമാണോ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സഹയോഗം നൽകിയിട്ടുള്ളത് അവരെ എല്ലാം ഞാൻ എൻ്റെ മുന്നിൽ ഇപ്പോൾ എമർജ് ചെയ്തിരിക്കുകയാണ്. സർവർക്കും ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടി വളരെയധികം നന്ദി പറയുകയാണ്. ഹൃദയംഗമമായ നന്ദി ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നു. എനിക്ക് ജ്ഞാനം നൽകാൻ നിമിത്തമായവർ, സേവനത്തിൽ എൻ്റെ സഹയോഗിയായിട്ടുള്ളവർ, എൻ്റെ ലൗകിക മിത്ര സംബന്ധികൾ, മറ്റു കൂട്ടുകാർ, മുതിർന്നവരും ചെറിയവരുമായ എല്ലാ സഹയോഗികളും, ബ്രാഹ്മണ പരിവാരത്തിലെ ആത്മാക്കൾ എല്ലാവരെയും ഞാൻ എമർജ് ചെയ്തിരിക്കുന്നു. എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. ഇപ്പോൾ പ്രകൃതിയിലെ 5 തത്വങ്ങളെ ഞാൻ എൻ്റെ മുന്നിൽ എമർജ് ചെയ്യുന്നു. 5 തത്വങ്ങളും ദേവതാരൂപത്തിൽ എൻ്റെ മുന്നിൽ പ്രത്യക്ഷരായിരിക്കുകയാണ്. പ്രകൃതിയിലെ ഈ 5 തത്വങ്ങൾ എത്രയോ വർഷങ്ങളായി, സത്യയുഗം മുതൽ ഇവരെനിക്ക് സഹയോഗം നൽകിയവരാണ്. ഇപ്പോഴും എനിക്ക് സഹയോഗം നൽകിക്കൊണ്ടിരിക്കുന്നു. പ്രകൃതിയിലെ ഈ 5 തത്വങ്ങൾക്കും ഞാൻ വളരെയധികം നന്ദി പറയുകയാണ്. സർവരെ പ്രതിയും സർവസഹയോഗികളെ പ്രതിയും എൻ്റെ മനസ്സിൽ നിന്ന് അത്രയും ശുഭഭാവനയും ശുഭകാമനയും എമർജാകുകയാണ്.
ആശീർവാദങ്ങൾ എൻ്റെ മനസ്സിൽ നിന്ന് എല്ലാ സഹയോഗികളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ മനസ്സ് ഇപ്പോൾ വളരെ വളരെ സമ്പന്നമാണ്, ഭാരരഹിതമാണ്, ലൈറ്റാണ് ഞാൻ. ഞാൻ ഫെരിസ്ത വീണ്ടും ബാപ്ദാദയുടെ മുന്നിൽ സൂക്ഷ്മവദനത്തിൽ ബാപ്ദാദയിൽ നിന്ന്
വരദാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബാപ്ദാദയുടെ വരദാനി ഹസ്തങ്ങൾ ഞാൻ എൻ്റെ ശിരസ്സിന് മുകളിലായി അനുഭവം ചെയ്യുന്നു. ഇപ്പോൾ ബാപ്ദാദ എന്നിൽ വളരെ വളരെ സന്തുഷ്ടമാണ്. ഞാനിപ്പോൾ വീണ്ടും ഭാരരഹിതമായിരിക്കുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ മുന്നിൽ വീണ്ടും കുറച്ച് ആത്മാക്കളെ മറിച്ച് ചെയ്യുകയാണ്. എനിക്ക് ഈ ആത്മാക്കൾ അപരിചിതരാണ്. എന്നാൽ ഇവരെല്ലാം ഭാവിയിൽ എൻ്റെ മുന്നിൽ എൻ്റെ ജീവിതത്തിൽ വരാനുള്ളവരാണ്. ഇപ്പോൾ വരെ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ലാത്ത ഈ ആത്മാക്കളെ പ്രതിയും ഞാൻ ശുഭഭാവനയുടെയും ശുഭകാമനയുടെയും കിരണങ്ങൾ ആദ്യമേ തന്നെ നൽകുകയാണ്. എൻ്റെ ഈ പുരുഷാർത്ഥത്തിലൂടെ ശുഭഭാവനയിലൂടെ വരാനിരിക്കുന്ന എൻ്റെ എല്ലാ സംബന്ധങ്ങളും മധുരമുള്ളതായി മാറുന്നു. ഇപ്പോൾ ഞാൻ ഫെരിസ്ത പരംധാമത്തിൽ നിന്ന് പതുക്കെ താഴേക്കിറങ്ങി വരികയാണ്. സാകാര ലോകത്തിൽ എൻ്റെ ദേശത്തിന് മുകളിലായി ഞാൻ ഫെരിസ്ത എത്തിച്ചേർന്നിരിക്കുന്നു. ഞാൻ ഈശ്വരീയ മാലാഖ, ഈശ്വരീയ സന്ദേശവാഹകയാണ്. എൻ്റെ ഈ ദേശത്തിൽ ആരെല്ലാമാണോ ഇതുവരെ ബാബയെ തിരിച്ചറിയാത്തവർ, അജ്ഞാന നിദ്രയിൽ ഉറങ്ങിക്കിടക്കുന്നവർ, അവരുടെ എല്ലാം സേവനം ഞാൻ ചെയ്യുന്നു. ദേവകുലത്തിലെ മഹാനാത്മാക്കളെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. എൻ്റെ ദേശത്തിലെ ഓരോരോ നഗരങ്ങൾക്ക് മുന്നിലും ഞാൻ ചുറ്റിക്കറങ്ങുന്നു. ഓരോരോ വീടിനു മുകളിലും ഞാൻ എത്തിച്ചേരുന്നു. എല്ലായിടത്തും ഞാൻ എൻ്റെ ശക്തിശാലി വൈബ്രേഷൻ നൽകുകയാണ്. എല്ലാവർക്കും ഞാൻ ഈശ്വരീയ സന്ദേശം കേൾപ്പിക്കുകയാണ്. എല്ലാവരെയും ഞാൻ ഉണർത്തുകയാണ്. ഉണരൂ ആത്മാക്കളെ, ഉണരൂ. വരൂ, ഭഗവാനിതാ എത്തിക്കഴിഞ്ഞു. ഈ ശബ്ദം ഓരോ ആത്മാക്കളുടെയും കാതുകളിൽ മുഴങ്ങി കേൾക്കാൻ തുടങ്ങുന്നു.
അജ്ഞാന നിദ്രയിൽ നിന്ന് എൻ്റെ ദേശത്തിലെ എല്ലാ ആത്മാക്കളെയും ഞാൻ ഉണർത്തുകയാണ്. ആകാശത്തിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഞാനാകുന്ന ഫെരിസ്തയുടെ സാക്ഷാത്കാരം സർവർക്കും ലഭിക്കുകയാണ്. സർവാത്മാക്കളുടെയും ജ്യോതി ഉണർന്ന് തെളിയുകയാണ്. ഉണർന്നെഴുന്നേൽക്കുന്ന ഈ ആത്മാക്കൾ 4 ഭാഗത്തുമുള്ള സേവാകേന്ദ്രങ്ങളിൽ എത്തിച്ചേരുന്നു. ജ്ഞാനത്തിൻ്റെ സത്യമായ ശബ്ദങ്ങൾ എല്ലാ ആത്മാക്കളുടെയും കാതുകളിൽ എത്തിച്ചേരുന്നു. 4 ഭാഗത്തു നിന്നും ബാബ ബാബ എന്ന ശബ്ദം ഞാൻ കേൾക്കുകയാണ്. ബാബയുടെ പ്രത്യക്ഷത എല്ലാ ഭാഗത്തു നിന്നും ഞാൻ കാണുന്നു. സർവാത്മാക്കളും ബാബയുടെ സ്നേഹത്തിൽ ലയിക്കുകയാണ്. ഇപ്പോൾ ഞാനിരിക്കുന്ന സ്ഥാനം, ഏത് സ്ഥാനത്താണോ ഞാൻ ഇരിക്കുന്നത് അവിടേക്കെല്ലാം എന്നിൽ നിന്ന് ശക്തമായ വൈബ്രേഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്തരീക്ഷം മുഴുവൻ ചാർജാക്കുകയാണ്. പവിത്രതയുടെ കിരണങ്ങളാൽ നിറയുകയാണ്. ആരെല്ലാം ഇവിടേക്ക് വന്നാലും അവർക്ക് ഈ ശ്രേഷ്ഠമായ വൈബ്രേഷൻ്റെ, പവിത്രതയുടെ, ശാന്തിയുടെ അനുഭവം ചെയ്യാൻ സാധിക്കുകയാണ്. ഈ ശ്രേഷ്ഠമായ അനുഭവം അവരെ വളരെ പെട്ടെന്ന് തന്നെ ബാബയുടെ കുട്ടിയാക്കി മാറ്റുന്നു. ഞാൻ എൻ്റെ സ്ഥാനത്തെ സദാ പവിത്രതയുടെ കിരണങ്ങളാൽ സമ്പന്നമാക്കി വയ്ക്കുകയാണ്. എൻ്റെ ഓരോ അംഗങ്ങളിൽ നിന്നും പവിത്രതയുടെ കിരണങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓം ശാന്തി.
से न्यारे मन वीणा के तार बोले, मन वीणा के तार बोले। उड़ जा आज प्यारे, तुझको सितारे करते इशारे। मन वीणा के तार बोले, मन वीणा के तार। Thank you.